ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നോളജ് ഹബ്ബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ CPOയുടെ റാങ്ക് ലിസ്റ്റും അതേപോലെ ഇനി വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് അല്ലെ ഷോർട്ട് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ നമ്മളുടെ ഒരു മനസാക്ഷിയൊക്കെ വിചാരിച്ച് നമ്മൾക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ ഞാനും നിങ്ങളുടെ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റാങ്ക് ലിസ്റ്റിനെ പറ്റി പറയാന്ന് വെച്ചെങ്കിൽ, അതായത് 537/2022 CPO റാങ്ക് ലിസ്റ്റ് നമുക്കറിയാം 2022 ഡിസംബർ 15-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ 1 MSPയും 2 SAP ആണ്. നമ്മൾ കേരളത്തിൽ ഏകദേശം 7ഓളം ബറ്റാലിയൻ ഉണ്ട് അറിയാം. അതിലെ ഏറ്റവും വലിയ 2 ബറ്റാലിയനാണ് 1 SAPയും 2 MSPയും. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്ത് അറ്റംപ്റ്റ് നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ എക്സാം പാസ്സാവുകയും തുടർന്ന് ആ എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന് ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് ഫിസിക്കലും പാസ്സായതിന് ശേഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മളുടെ ഈ 2024 വരികയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ റാങ്ക് ലിസ്റ്റിൽ 895 ആളുകളാണ് SAPയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ SAPത്തെ കാര്യം എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ബറ്റാലിയൻ ആയതുകൊണ്ടാണ് ഇതെടുത്ത് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2019 റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ടോട്ടൽ അഡ്വൈസ് പോയതിൻ്റെ അത്ര തന്നെ എന്തേ ഉള്ളൂ. ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ മെയിൻ ലിസ്റ്റിലുള്ള ആളുകളുടെ ഒരു നമ്പർ എന്ന് പറയാനുള്ള 895 ആളുകൾ. അപ്പോൾ നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഈ ഫിസിക്കലും പാസ്സായി എക്സാമും പാസ്സായി പിന്നെ ഇതിനു വേണ്ടി സമരം ചെയ്ത് നടക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതിലെ ഒരു തരത്തിലുള്ള അഡ്വൈസുകളോ കാര്യങ്ങളോ പോയിട്ടില്ല. ഒട്ടനവധി കൂട്ടുകാർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഏജ് ഓവർ ആയിട്ടുണ്ട്. ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു അംബീഷനായിട്ട് വലിയൊരു ഡ്രീമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് വലിയൊരു പോലീസുകാരനാവണം, അല്ലെങ്കിൽ യൂണിഫോം ഇട്ടണം, അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ഒരുപാട് കൂട്ടുകാർ നമുക്കിടയിലുണ്ട് ഈ ഒരു ലിസ്റ്റിൽ. അപ്പോൾ അവരൊക്കെ ഒരു മനസ്സ് വിഷമിപ്പിച്ചിട്ടാണ് ഈ ഒരു ലിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നമുക്കറിയാം 1 ഇയർ ആണ്. മറ്റുള്ള PSCയുടെ റാങ്ക് ലിസ്റ്റ് പോലെയല്ല. നമുക്കറിയാം ഫോഴ്സിൽ അഥവാ യൂണിഫോം ഫോഴ്സിലേക്ക് 1 ഇയർ ആണ് ഇപ്പോൾ കാലാവധി വെച്ചിട്ടുള്ളത്. അപ്പോൾ SAPനെ കുറിച്ച് പറയുകയെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളൊക്കെ എടുക്കാനുള്ള ഒരു അത്രയൊരു കപ്പാസിറ്റി ഉള്ള ഒരു ബറ്റാലിയനാണ്. അപ്പോൾ നമ്മൾ ഇതിലെ ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 46 മാർക്കിൻ്റെ അടുത്തായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. അതിൽ അത്യാവശ്യം ആളുകളൊക്കെ സ്കോർ ചെയ്തു. പക്ഷേ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു ആദ്യത്തെ ഒരു ബാച്ചൊക്കെ തുടങ്ങി പോകേണ്ട ഒരു സമയമൊക്കെ കഴിഞ്ഞു. പക്ഷേ സർക്കാർ ഇതിന് വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നടപടികളോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല. ഇതിന് വേണ്ടിയിട്ടൊരു ഫയൽ കാര്യങ്ങളൊക്കെ മൂവ്മെൻറ്റ് ചെയ്തു, പക്ഷേ അത് അവർ റദ്ദ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇതിന് വേണ്ടി കൂടുതലായിട്ട് ഇറങ്ങി തിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി 2024 ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൻ്റെ ഒരു കാര്യം പറയാൻ വെച്ചാൽ ഇതിൻ്റെ കട്ട് ഓഫ് ഏകദേശം 46 കൂടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ഒരിക്കലും കുറയാൻ സാധ്യത ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നിലവിലിപ്പോൾ ഈ ഒരു 2024 സിറ്റുവേഷനിലെ 2023 റാങ്ക് ലിസ്റ്റിൻ്റെ ഇത് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇത്രയും ഉദ്യോഗാർത്ഥികളുണ്ട്. അത്തരം ഉദ്യോഗാർത്ഥികൾ വളരെ തുച്ഛമായിട്ടുള്ള ആളുകളേ ഉള്ളൂ. അതായത് 895 ആളുകളേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പോലും നിയമനം കൊടുക്കാനുള്ള സീറ്റില്ല. ഞങ്ങൾ മുന്നേ ഉള്ള 2019 ആളുകൾക്ക് മുൻകൂട്ടി എടുത്തു കൊടുത്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇനി നിയമനങ്ങളൊന്നും നടത്താൻ വയ്യ എന്നുള്ളതാണ് അവർ പറയുന്നത്. സർക്കാരിൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ എക്കണോമിക് പരമായിട്ട് ഡൗൺ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം മാർക്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കൂട്ടുകാരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ CPOയിലെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരും ഇനി അതർ യൂണിഫോംഡ് കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾ ആണെങ്കിൽ
നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് ഏകദേശം വളരെ കുറച്ച് നിയമനങ്ങളും ഉണ്ടാവുള്ളൂ ഈ 2024. അതും അത്യാവശ്യത്തിന് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വെക്കും. കാരണം കട്ട് ഓഫ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആളുകളുടെ എണ്ണം കുറയും. അതുപോലെ തന്നെ ജോലി കിട്ടുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യും. ജോലി കിട്ടുന്ന ആ റാങ്ക് ലിസ്റ്റിലുള്ള ഉൾപ്പെട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടും. ഏകദേശം 300-400 ഒക്കെ ആയിട്ട് അത് മാറും. നേരെ മറിച്ച് ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, സിറ്റുവേഷൻ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ നമ്മൾ കേരളത്തിൽ ഫിനാൻഷ്യലി ഡൗൺ ആണ് അല്ലേ. അപ്പോൾ അത് എന്തിൻ്റെ പേരിലാണ് ഡൗൺ ആണെന്നുള്ളത് നമ്മളുടെ ഈ ഒരു സമൂഹത്തിലുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം.